ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അശ്വതി. നമ്മൾ ഡെയിലി ചെയ്യുന്ന 12500 PSC ബുള്ളറ്റിൻ ജി കെ ക്വസ്റ്റ്യൻസിന്റെ സെഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 470 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പാർട്ട് 7 ആണ് ഇന്നത്തെ വീഡിയോ. ഇതിന് മുന്നേയുള്ള വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, എല്ലാവരും പോയി കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സൂക്ഷ്മ വസ്തുക്കളെ വലുതായി കാണുവാനുള്ള ഉപകരണം മൈക്രോസ്കോപ്പ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിനാണ്. ഗവർണറെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ്. അപ്പോൾ പ്രസിഡന്റ് ആണ് ഗവർണറെ നിയമിക്കുന്നത്. ഒരു ടൺ എത്ര കിലോഗ്രാം ആണ്? 1000 കിലോഗ്രാം ആണ് ഒരു ടൺ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബജേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബജേന്ദ്രി പാൽ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത സിനിമ ആദി ശങ്കരാചാര്യ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത സിനിമ ഏതാണ്? ആദി ശങ്കരാചാര്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് എയിംസ് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി എവിടെയാണ്? കൊൽക്കത്തയിലാണ് സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി. കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോട്ടയം. കോട്ടയത്താണ് റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കുണ്ടറയിലാണ് കേരള സെറാമിക്സ് ലിമിറ്റഡ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലാണ്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. 20 പരിപാടികൾ ആവിഷ്കരിച്ച രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് 20 പരിപാടികൾ ആവിഷ്കരിച്ചത്. സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രൻ, വീനസ്. ആറ്റത്തിലെ ഋണ അഥവാ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. നെഗറ്റീവ് ചാർജിന്റെ മലയാളമാണ് ഋണം. മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഫ്രിയോൺ ആണ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം. ഇന്ത്യ അണുപരീക്ഷണം നടത്തുന്ന സ്ഥലം പൊക്രാൻ. പൊക്രാൻ എവിടെയാണ്? രാജസ്ഥാനിലാണ് ഇന്ത്യ അണുപരീക്ഷണം നടത്തുന്നത്. ഫോർവേഡ് ബ്ലോക്ക് രൂപവത്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് രൂപവത്കരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ചോദ്യം, മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. ക്യൂബ കണ്ടെത്തിയത് കൊളംബസ് ആണ്. ക്യൂബ കണ്ടെത്തിയത് 1492. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. വിവേകാനന്ദ മെമ്മോറിയൽ എവിടെയാണ്? കന്യാകുമാരിയിലാണ് വിവേകാനന്ദ മെമ്മോറിയൽ. മലേറിയ പരാദജീവിയെ കണ്ടെത്തിയത്, മലേറിയ പാരസൈറ്റിനെ കണ്ടെത്തിയത് റൊണാൾഡ് റോസ് ആണ്. റൊണാൾഡ് റോസ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകമാണ് ഹൈഡ്രജൻ. അണുസംഖ്യ അറ്റോമിക് നമ്പർ, അണുഭാരം അറ്റോമിക് മാസ്, രണ്ടും ഈക്വൽ ആയിട്ടുള്ള എലമെന്റ് ആണ് ഹൈഡ്രജൻ. ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗൽ ആണ്. അപ്പൊ നാവികമാർഗം, കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. സിംല കരാറിൽ ഒപ്പുവെച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ചേർന്നിട്ടാണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ്സി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? യാങ്സി ആണ്. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപട്ടണമാണ് മഹാബലിപുരം. അപ്പൊ മഹാബലിപുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ്. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം എന്താണ്? അംഗങ്ങളിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാലാണ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചത്. ആദംസ് ബ്രിഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് ആദംസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്.
ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വ സൈന്യാധിപൻ ആരാണ്? പ്രസിഡന്റ് ആണ്. സായുധ സേനകളുടെ സർവ്വ സൈന്യാധിപൻ. ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിതയാണ് ആശാപൂർണ ദേവി. ആശാപൂർണ ദേവിയാണ് ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത. ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രമാണ് വത്തിക്കാൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രമാണ് വത്തിക്കാൻ. ഡാർജിലിംഗ് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ് ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിലാണ്. റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട് ആണ്. സാമുവൽ കോൾട്ട് ആണ് റിവോൾവർ കണ്ടുപിടിച്ചത്. ആൺവർഗം പ്രസവിക്കുന്ന ജീവിയാണ് കടൽ കുതിര. ആൺവർഗം പ്രസവിക്കുന്ന ജീവിയാണ് കടൽ കുതിര. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. UN-ന്റെ ആസ്ഥാനം. 3 തവണ ഉർവശി അവാർഡ് നേടിയത് ശാരദയാണ്. 3 തവണ ഉർവശി അവാർഡ് നേടിയത് ശാരദയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ഭാനു അദയ്യയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ഭാനു അദയ്യയാണ്. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് CV രാമൻപിള്ളയാണ്. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് CV രാമൻപിള്ളയാണ്. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖയാണ് ന്യൂറോളജി. ന്യൂറോൺസിനെ പറ്റിയുള്ള പഠനം, ഞരമ്പുകളെ പറ്റിയുള്ള പഠനമാണ് ന്യൂറോളജി. മലമ്പനിക്ക് കാരണമായ കൊതുകുവർഗം അനോഫിലസ് മൊസ്കിറ്റോ ആണ്. മലമ്പനിക്ക് കാരണം. പുകയിലയിൽ കാണുന്ന പ്രധാന വിഷവസ്തുവാണ് നിക്കോട്ടിൻ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഈ ഫോട്ടോയിൽ കാണുന്നത് സിംല കരാറിൽ ഒപ്പുവെക്കുന്നതാണ്. ആരൊക്കെയാണ്? സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ചേർന്നിട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 100 രൂപ നോട്ടിൽ കാണുന്ന ഒപ്പ് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഗവർണറുടേതാണ്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സെൻ ആണ്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ടൈ ബ്രേക്കർ ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ്? പെരമ്പൂർ, ചെന്നൈ. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പെരമ്പൂർ, ചെന്നൈയിലാണ്. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഉടുമ്പൻചോല ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ ടാഗോർ ആണ്. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ ടാഗോർ ആണ്. ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി. ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപകൻ വില്യം ബെന്റിക്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? വില്യം ബെന്റിക് ആണ്. ആരുടെ കാലത്താണ് ഹുവാങ് സാങ് ഇന്ത്യയിൽ വന്നത്? ഹർഷന്റെ കാലത്താണ് ഹുവാങ് സാങ് ഇന്ത്യയിൽ എത്തിയത്. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീൻ. അപ്പൊ ചെമ്മീന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം കൂടിയാണ് ചെമ്മീൻ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. ലോകമാന്യ എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലക് ആണ്. ലോകമാന്യ എന്നറിയപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം കൊടുങ്ങല്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം കൊടുങ്ങല്ലൂരാണ്. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. 17-ാം വയസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. ഏത് വർഷമായിരുന്നു VT ഭട്ടതിരിപ്പാടിന്റെ യാചനായാത്ര? 1931 VT ഭട്ടതിരിപ്പാടിന്റെ യാചനായാത്ര. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായി 1913 ആരംഭിച്ചത് സാധുജന പരിപാലിനി. അപ്പൊ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അതിന്റെ മുഖപത്രമായി 1913
ആരംഭിച്ചത് ഏതാണ്? സാധുജന പരിപാലിനിയാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. അപ്പം ദുരവസ്ഥയുടെ പ്രമേയമായിരുന്നു മലബാർ കലാപം. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. വാദം ബാധിക്കുന്ന ശരീരഭാഗം സന്ധികളാണ്, ജോയിന്റ്സിനെയാണ് വാദം ബാധിക്കുന്നത്. ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരമാണ് ആദ്യത്തെ മലയാള പത്രം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് രാജ്യത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? USA-യിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം 1858. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന GK ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ഒന്ന് വീഡിയോ കണ്ട് ഈ ക്വസ്റ്റ്യൻസ് മനസ്സിൽ ഉറപ്പിക്കുക. ഈ സീരീസ് ഞാൻ എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്